ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ഇന്ന് നമുക്ക് ഈ പലരും ഇപ്പം എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വണ്ടിയിലൊന്നാണ്, ഇലക്ട്രിക് വണ്ടികളിലൊന്നാണ് ഈ MGയുടെ വിൻസർ EV. ഇപ്പം വിൻസർ EV 2 ബാറ്ററി പാക്കിൽ ഇപ്പോൾ ഇറങ്ങുന്നത് 38 കിലോ വാട്ടും 52 കിലോ വാട്ടും. അപ്പം ഒത്തിരി ആൾക്കാരത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഒരു 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇനിയും വാങ്ങിക്കുന്നവർക്കൊരു പ്രയോജനമായിട്ടെന്ന് വിചാരിച്ചിട്ട് ഈ വിൻസറിൻ്റെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും എന്തൊക്കെയാണ് ഇതിൻ്റെ ദോഷങ്ങളും എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊരു റിവ്യൂ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം വിൻസർ ശരിക്കും ഈ വിലയ്ക്കൊരു വാല്യൂ ഫോർ മണിയാണ്. വിൻസറിൻ്റെത് മെയിനായിട്ട് 3 വേരിയൻറ്റിലാണ് വിൻസർ ഇറങ്ങുന്നത്. എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസെൻസ് എന്ന് പറഞ്ഞിട്ട് 3 വേരിയൻറ്റ്. അതിൻ്റെ ബേസ് മോഡലാണ് എക്സൈറ്റ്. അപ്പോൾ അതിനകത്ത് ഒരുമാതിരിയുള്ള എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. നമ്മുടെ ഈ സ്ക്രീൻ മാത്രം 15 ഇഞ്ചിന് പകരം ഒരു 10 ഇഞ്ചിൻ്റെ സ്ക്രീനായിരിക്കും വരുന്നത്, ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീന്. പിന്നെ ടയർ 17 ഇഞ്ചായിരിക്കും, 17 ഇഞ്ച് ആണ് ടയർ വരുന്നത്. പിന്നെ ബാക്കി മൂൺ റൂഫ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കാണത്തില്ല. അതുപോലെ ആംബിയൻ ലൈറ്റിങ്, പിന്നെ സബ് വൂഫർ, അതൊന്നുമില്ല. ബാക്കി ഒരുമാതിരിപ്പെട്ട ഓപ്ഷൻസ് എല്ലാം തന്നെ ഈ എക്സൈറ്റ് എന്നുള്ള ബേസ് ഇതിൽ വരുന്നുണ്ട്. ബാറ്ററിയും ബാക്കി അതിൻ്റെ പവറും എല്ലാം സെയിം തന്നെയാണ് എല്ലാ 3 വേരിയൻറ്റിലും. ഫീച്ചേഴ്സിനാണ് ചെറിയ ഡിഫറൻസ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ പേരുടെ എക്സ്ക്ലൂസീവ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് സൺറൂഫ് ഇല്ല. അതുപോലെ നമുക്ക് ടയർ വരുന്നത് 17 ഇഞ്ച് വരെ 18 ഇഞ്ച് ടയർ വരുന്നുണ്ട്, അലോയ്. പിന്നെ ആംബിയൻ ലൈറ്റിംഗ് ഇല്ല. അതുപോലെ മറ്റേ നമ്മുടെ സീറ്റ് വെന്റിലേഷൻ, ഫ്രണ്ടിലത്തെ 2 സീറ്റ് വെന്റിലേഷൻ ഇല്ല. പക്ഷേ സീറ്റൊക്കെ നമ്മുടെ ബിസിനസ് ക്ലാസ് സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീറ്റാണ്. അത് മറ്റേ ലെതറൈസ്ഡ് സീറ്റുകളാണ് എക്സ്ക്ലൂസീവ് വരുന്നത്. സെയിം ടോപ്പ് വേരിയൻ്റ് തന്നെ സീറ്റാണ്. മറ്റേ ബേസ് മോഡലാണെങ്കിൽ നമുക്ക് സീറ്റുകൾ വരുന്നത് ഫാബ്രിക് സീറ്റുകളായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫാബ്രിക് സീറ്റാണ് കുറച്ചും കൂടെ നല്ലത്. ഈ ലോങ് റണ്ണിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ എനിക്ക് തോന്നുന്നത് ഫാബ്രിക് സീറ്റുകളായിരിക്കും. ഇതാണ് എക്സ്ക്ലൂസീവിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ സബ് വൂഫർ എക്സ്ക്ലൂസീവ് വരുന്നില്ല. അപ്പം ഏറ്റവും ടോപ്പ് വേരിയൻ്റ് എസെൻസിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എക്സ്ക്ലൂസീവിനകത്ത് ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബിയൻ ലൈറ്റിങ് വരും, സൺറൂഫ്, മൂൺ റൂഫ് വരും. അതുപോലെ അതിനകത്തൊരു ചാർജർ, AC-യുടെ ഫാസ്റ്റ് ചാർജർ, ഒരു 7.3 കിലോ വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടും ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത്. ഇത് തമ്മിൽ വലിയ വില വ്യത്യാസമില്ല, 1 ലക്ഷം രൂപയുടെയൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഗുണങ്ങൾ പറയാം, അതല്ലേ നല്ലത്. ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 7 സീറ്റർ വണ്ടിയുടെ ഒരു സ്പേസ് ഉള്ളിലുണ്ട്. 5 സീറ്റർ ആണെങ്കിലും ഒരു 7 സീറ്റർ വണ്ടിയുടെ സ്പേസ് ഉള്ളിലുണ്ട്. ഒരു എർട്ടിഗയുടെ ഒക്കെ സ്പേസ് ഇതിനകത്ത് കിട്ടും. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് അത് ഇതിനകത്ത് വരുന്നത്. നമ്മുടെ അതിൻ്റെ ആദ്യത്തെ 2 വേരിയൻറ്റിൽ വരുമ്പോൾ, ടോപ്പ് വേരിയൻറ്റിൽ വരുമ്പം അതിനകത്ത് സബ് വൂഫർ ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 550 ആ ഒരു ഇതിലെ ബൂട്ട് സ്പേസ് കിട്ടുള്ളൂ. പക്ഷേ സ്പേഷ്യസ് ആണ്. നമുക്ക് ബാക്കിൽ അത്യാവശ്യം 4 പേർക്ക് വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അധികം വലിയ സൈസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം 4 പേർക്ക് വേണമെങ്കിലും നമുക്ക് ബാക്കിലിരിക്കാം. അതുപോലെ ബാക്കിലത്തെ സീറ്റ് നമുക്ക് ഒരു 120 ഡിഗ്രി വരെ ഇൻക്ലൈൻ ചെയ്തിരിക്കാം. വേറെ ഒരു വണ്ടികളിലും അങ്ങനെ. ഇപ്പം കിയയുടെ സിറോസിൽ, ഇത് കഴിഞ്ഞിട്ടിറങ്ങിയ വണ്ടിയാണ് സിറോസിൽ ആ ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ബാക്കിലത്തെ സീറ്റ്, നമുക്ക് ഫ്രണ്ടിലത്തെ സീറ്റ് ഇങ്ങനെ
പുറകിലേക്ക് ചിരിക്കാവുന്ന പോലെ തന്നെ ബാക്കിലത്തെ സീറ്റും ഒരു 120 ഡിഗ്രി വരെ നമുക്ക് ബാക്കിലേക്ക് ചെരിച്ചിടാൻ പറ്റും. അങ്ങനെ നമുക്കിപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവറുടെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്ന ആ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് ഊരി മാറ്റിയിട്ട് അതും ബാക്കിലേക്ക് ചിരിച്ചിട്ടിട്ട് ബാക്കിലത്തെ സീറ്റും 120 ഡിഗ്രി ചെരിച്ചിട്ട് കഴിഞ്ഞാൽ വേണം ഒരാൾക്ക് നീണ്ടു നിവർന്ന് അത്യാവശ്യം കിടക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പുണ്ട്. അതാണ് അതിൻ്റെ ഒരു കംഫർട്ടാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് പൊതുവേ എം ജിയുടെ ഇലക്ട്രിക് വണ്ടികളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി എം ജി പറയുന്നത് തന്നെ റേഞ്ച് ഏകദേശം തരുന്നുണ്ട്. എം ജി ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത് 38 കിലോ വാട്ടിന് ഒരു 330 കിലോമീറ്ററാണ് റേഞ്ച് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. നമ്മൾ ഫുൾ ചാർജ് 100% ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ടി ഓണാക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 320 കിലോമീറ്ററാണ്. അത് നമ്മൾ എപ്പം ചാർജ് എങ്ങനെ ഓടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ റേഞ്ചേ കാണിക്കുള്ളൂ, 320 കാണിക്കത്തുള്ളൂ. അത് ചില വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് ഓടിച്ച് നമ്മളുടെ ഡ്രൈവിംഗ് അനുസരിച്ചിട്ട് പഴയ ഓടിച്ച ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് ചിലപ്പം നമ്മൾ രണ്ടാമത് ഫുൾ ചാർജ് ചെയ്ത് കഴിയുമ്പം റേഞ്ച് വേരി ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ എം ജിയുടെ വണ്ടിക്കകത്ത് എപ്പം ഫുൾ ചാർജിലും 320 കിലോമീറ്ററാണ് റേഞ്ച് കാണിക്കുന്നത്. അത് നമ്മളൊരു മര്യാദയ്ക്ക് ഒരു നമ്മളുടെ ക്ലസ്റ്ററിൽ കിലോ വാട്ട് നോക്കുവാണെങ്കിൽ ഒരു 10 കിലോ വാട്ടിന് താഴെയും മാക്സിമം 10 കിലോ വാട്ടിന് താഴെ ലെവലിൽ വെച്ചിട്ട് നമ്മൾ അധികം ആക്സിലറേഷൻ കൊടുക്കാം. അതായത് ലീനിയറായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ മാനേജ് ചെയ്തിട്ട് ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്കൊരു ഈ പറയുന്ന 320 അല്ല 330 കിലോമീറ്റർ വരെയുള്ള നമുക്ക് സുഖമായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ഫുൾ പറയുന്ന റേഞ്ച് തന്നെ നമുക്ക് ഫുള്ളായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടുതലും പുതിയ വണ്ടികൾക്ക് ഈ മാനുവൽ ഓപ്ഷൻസ്, അതായത് നമ്മുടെ ഫിസിക്കൽ ബട്ടൺസ് എല്ലാം പരമാവധി ഒഴിവാക്കിയാണ് ഇപ്പം പുതിയ വണ്ടികൾ വരുന്നത്. ഇത് പറയുകയാണെങ്കിൽ പണ്ട് നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പം നോക്കിയയുടെ മൊബൈലൊക്കെ ആകുമ്പം എല്ലാം സ്വിച്ചസ് ആയിരുന്നു, നമുക്ക് അതിൽ പ്രസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ മൊബൈൽ ആകുമ്പോൾ ഫുള്ള് ടച്ച് ആകുന്ന പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്ക് കൂടുതലും ഫങ്ഷൻസ് നമുക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് ചുരുക്കിയിരിക്കുകയാണ്. ഒരു ഫങ്ഷൻ പോലും നമുക്ക് ഫിസിക്കൽ ബട്ടൺസ് അവൈലബിൾ അല്ല. പ്രത്യേകിച്ചും ഈ വിൻസറിൻ്റെ അതൊരു ഡ്രോബാക്ക് ആയിട്ടും പലരും പറയുന്നുണ്ട്. വിൻസറിന് ഫിസിക്കൽ ബട്ടൺസ് വളരെ കുറവാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് ഒരുമാതിരി കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഒന്ന് ഫെമിലിയറായി വരാനായിട്ടൊരു കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ലുക്കിൽ നമ്മൾ വിചാരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ORVM ഫോൾഡ് അൺഫോൾഡ് ORVM അഡ്ജസ്റ്റ്മെൻറ്റ്. ORVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സൈഡ് മിറേഴ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഈ വണ്ടിയുടെ ബേസ് മോഡൽ മുതൽ. പക്ഷേ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സ്ക്രീനിലാണ് അതിൻ്റെ കൺട്രോൾ ബേസിക്കലി വരുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ സ്റ്റിയറിങ്ങിൽ തന്നെ ഒരു ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ സ്റ്റിയറിങ്ങിൽ ഒരു നടുക്കത്തെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക, എന്നിട്ട് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ സെയിം സ്റ്റിയറിങ്ങിൻ്റെ അവിടെ തന്നെ അപ്പും ഡൗണും വെക്കുവാണെങ്കിൽ നമുക്ക് മുകളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് മിറർ, രണ്ടാമത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ AC കൺട്രോളാണ്, AC കൂട്ടാനും കുറയ്ക്കാനും പറ്റും. മൂന്നാമത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആ കൺട്രോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈഡിലത്തെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സൈഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്ക്രീനിൽ പോയിട്ട് എപ്പോഴും ടച്ച് ചെയ്തിട്ട് അത് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട്
സ്റ്റിയറിംഗിൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ഇതിൻ്റെ ഫോൾഡ് അൺഫോൾഡാണ്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഇടുങ്ങിയ വഴിക്കിട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മിറർ ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെ പോകണം. പക്ഷേ അതിനും MG ഒരു വർക്ക് അറൗണ്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതൊരു വിഡ്ജറ്റായിട്ട്, അതായത് നമ്മുടെ ഒരു സ്ക്രീൻഷോട്ട് പോലെ തന്നെ നമ്മുടെ മെയിൻ സ്ക്രീനിൽ തന്നെ വെക്കാം. അതുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഫോൾഡും അൺഫോൾഡും ചെയ്യാൻ പറ്റും. അത് പക്ഷേ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് AC കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസാണ്. അത് MGയുടെ വിൻസറിൽ AC കൺട്രോളിൻ്റെ ബട്ടൺസ് ഫിസിക്കലി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ശരിക്കും പറഞ്ഞൊരു പ്ലസ് പോയിൻ്റാണ്. അപ്പം ഇതൊരു നെഗറ്റീവായിട്ടും ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഫെമിലിയറായി കഴിയുമ്പോഴേക്കും നമുക്കതൊരു അത്ര ഒരു നെഗറ്റീവായിട്ട് നമുക്കത് തോന്നില്ല. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഞാനിപ്പോൾ റേഞ്ച് പറഞ്ഞു, അതുപോലെ തന്നെ കംഫർട്ട് പറഞ്ഞു. കംഫർട്ട് മീൻസ് നമുക്ക് അകത്തുള്ള സ്പേസും ഇരിക്കുന്നതിൻ്റെ ഉള്ളൊരു കംഫർട്ടും, അതുപോലെ നമുക്കിത് വളരെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. ഇതിനകത്ത് 3 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. 4 ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. ഇക്കോ പ്ലസ് ഉണ്ട്, ഇക്കോ ഉണ്ട്, നോർമൽ ഉണ്ട്, സ്പോർട്സ് ഉണ്ട്. ഇതിനകത്ത് ഇക്കോ പ്ലസ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു 80 കിലോമീറ്റർ സ്പീഡ്, 80-85 കിലോമീറ്റർ ആ റേഞ്ചിലുള്ള സ്പീഡിൽ നമുക്ക് മാക്സിമം പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആക്സലേഷനൊക്കെ നമുക്ക് നല്ലപോലെ കാല് കൊടുത്താലേ കയറുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഒരു ലിമിറ്റ് ഉണ്ട്. പക്ഷേ ഇക്കോയിലാണെങ്കിൽ അങ്ങനെ ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് കുറച്ച് ഒരു ലാഗ് ഫീൽ ചെയ്യും. നോർമലൊക്കെ ആണെങ്കിൽ നല്ല ആക്സലേഷൻ കിട്ടും. അതുപോലെ നല്ല ഒരു പവർ ഫീൽ ചെയ്യും. സ്പോർട്സിലാണെങ്കിലും അത്യാവശ്യം നല്ല പവറാണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സ് മോഡലൊക്കെ ഇട്ട് പോവുകയാണെങ്കിലും നമുക്ക് അത്ര ഒരു റേഞ്ച് നമുക്ക് കുറയില്ല. ഞാൻ എപ്പോഴും ഞാനിപ്പം സ്ഥിരമായിട്ട് സ്പോർട്സിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ വണ്ടി. എവിടെ ലോങ് പോയാലും, അല്ലെങ്കിൽ ഇത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വരുമ്പം ബൈ ഡീഫോൾട്ട് നോർമൽ മോഡിലും റീജനറേഷൻ ഹെവിയാണ് കിടക്കുന്നത്. റീജനറേഷനും ലോയും നോർമലും ഹെവിയുണ്ട്. ഇത് ഹെവി റീജനറേഷൻ മറ്റേ നോർമൽ മോഡിലാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പെടുക. ഞാനതിൻ്റെ മോഡ് മാറ്റിയിട്ട് നമുക്ക് എപ്പോഴും സ്പോർട്സിലിട്ടാണ് ഓടിക്കുക. കാരണം സ്പോർട്സിലിട്ടാലും ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരില്ല, റേഞ്ചിന് താഴ്ന്നതായിട്ടൊന്നും നമുക്ക്. കാരണം നമ്മൾ ഈ സ്പോർട്സ് റേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കാലൊന്ന് ആക്സിലേറ്റ് തൊടുമ്പോൾ തന്നെ നല്ല സ്പീഡിൽ വണ്ടി കയറും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ, നമ്മുടെ ക്ലസ്റ്ററിൽ നോക്കുവാണെങ്കിൽ എപ്പോഴും നമുക്കൊരു 10-ന് മേളിൽ കാല് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ 10-ന് മേളിൽ താഴെ കാല് കൊടുത്താലും അത്യാവശ്യം നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. നമുക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യത്തില്ല. അതുപോലെ ഇപ്പോൾ ഇൻ കേസ് ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് രണ്ടാമത് കൊടുക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുത്ത് ഓടിക്കാനായിട്ട് ഏറ്റവും പറ്റിയ മോഡാണ് സ്പോർട്സ് മോഡ്. നമുക്ക് നല്ലപോലെ റേഞ്ച് കിട്ടും. വണ്ടിയിൽ ഇരിക്കുന്നവർക്ക് ഒരു മടുപ്പും തോന്നില്ല, നമുക്കൊരു ലാഗും ഫീൽ ചെയ്യത്തില്ല. ഈവൻ ഇൻ കേസ്, കാരണം നമ്മൾ മിക്കവാറും സമയങ്ങളിൽ 10 താഴെയായിരിക്കും നമ്മുടെ പവർ റീഡിങ് കാണിക്കുന്നത്. ഇൻ കേസ് നമുക്ക് സ്പീഡിൽ ഓടിക്കണമെങ്കിൽ ഒരു 20-25 മേളിൽ പോയാലും ഓൾ ടുഗദർ നോക്കുമ്പോൾ നമുക്ക് റേഞ്ചിനകത്ത് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. നമുക്ക് സ്പീഡ് ഒട്ടും കുറയത്തില്ല, റേഞ്ചിലും നല്ല റേഞ്ചും കിട്ടും. അതുകൊണ്ട് എപ്പോഴും സ്പോർട്സ് മോഡൽ വിത്ത് ഹെവി റേഞ്ചിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മിക്കവാറും എനിക്ക് ഒരു 300-ന് മേളിൽ റേഞ്ച് കിട്ടുന്നുണ്ട്. കാരണം ഞാൻ എപ്പം 100% ചാർജ് ചെയ്താലും ട്രിപ്പ് റീസെറ്റ് ചെയ്യും. അങ്ങനെ അത് ശീലമായിപ്പോയി. അല്ലാതെ നമ്മൾക്ക് അതുകൊണ്ട് എല്ലാ ട്രിപ്പിലും ഞാൻ എൻ്റെ റേഞ്ച് ഇപ്പോഴും നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ മോഡ്സ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടും. പിന്നെ അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ടുള്ളത്, ഇതിനകത്ത് അത്യാവശ്യം യാത്ര നല്ല കംഫർട്ടബിളാണ്. അങ്ങനെ വലിയ ക്ഷീണമൊന്നും തോന്നത്തില്ല. വളരെ സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. ലീനിയർ ആയിട്ടുള്ള ആക്സിലേഷനാണ്. ചില പുതിയ EV വണ്ടികൾ പോലെ തന്നെ കാല് കൊടുത്ത ഉടനെ പറന്നു പോവുക, അങ്ങനത്തെ ഒരു പെട്ടെന്ന് നമുക്ക് നമ്മുടെ കൺട്രോളിലാണ് വണ്ടി. നമുക്കങ്ങനെ ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടി ഓടിക്കുന്നവർക്കും അങ്ങനെ വലിയൊരു ഇഷ്യൂ വരത്തില്ല. ഒരു അരമണിക്കൂർ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇതുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആകാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജസ്. നമുക്ക് വേറെ അങ്ങനെ വലിയൊരു ഇഷ്യൂസ് ഇല്ല. പിന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് ആദ്യത്തെ കുറച്ച് നാൾ എനിക്ക് DC ചാർജിങ്ങിൻ്റെ ഇഷ്യൂ വളരെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു.
ഈ ടയറക്സിൻ്റെ മെഷീൻസ് ഉള്ള ചാർജിങ് സ്റ്റേഷൻസ്, അങ്ങനെ കുറേ ചാർജിങ് സ്റ്റേഷൻസ്. ഞാൻ എറണാകുളത്താണ് കൂടുതലും വണ്ടി യൂസ് ചെയ്യുന്നത്. എറണാകുളത്തായിരിക്കും ഞാൻ ആഴ്ചയിൽ 7 ദിവസവും എറണാകുളത്തായിരിക്കും, ആഴ്ചയിൽ 5 ദിവസം എറണാകുളത്തായിരിക്കും. അപ്പം ഞാൻ ആ സമയങ്ങളിൽ ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ ചാർജ് ചെയ്യാറുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ സിയോൻ്റെ ചാർജിങ് സ്റ്റേഷൻ ഒരു കുഴപ്പമില്ല, എല്ലാം മറ്റേ ഗൂഗിൾ യൂട്യൂബറിലെ ചാർജ് സ്റ്റേഷൻ ഞാൻ ചാർജ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ എല്ലാം ഇതുവരെയായിട്ട് എനിക്കൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പക്ഷേ ഞാൻ നമ്മുടെ സിട്രോണിൻ്റെ ഒരു ഷോറൂമുണ്ട് കുണ്ടന്നൂർ, അവിടുത്തെ ചാർജിങ് സ്റ്റേഷനിൽ എനിക്ക് ആദ്യമൊന്നും ചാർജ് കയറത്തേയില്ലായിരുന്നു. അതുപോലെ നമ്മളുടെ മറ്റേ ടയറക്സ് എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ ഒരു ടയർ കടയുണ്ട്, അവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ഒന്നും എനിക്ക് എപ്പോഴും കംപ്ലൈൻ്റ് ആയിരുന്നു. അതുപോലെ ഗോയിസിയുടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ കുണ്ടന്നൂർ തന്നെ. അവിടെയും ഞാൻ എനിക്ക് ചില സമയങ്ങളിൽ എനിക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, കംപ്ലൈൻറ്റ് വന്നിട്ട് എനിക്ക് ചാർജ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തൊന്നും നമുക്കിതിനെക്കുറിച്ചിട്ട് കാര്യമായ അറിവില്ല. ഈ ചാർജിങ്ങിൻ്റെ എങ്ങനെയാണിത് സോർട്ട് ചെയ്യുക എന്നുള്ള കേസുകളൊന്നും നമുക്ക് കാര്യമായി അറിയില്ല. അപ്പോൾ അത് കാരണം വളരെയധികം വിഷമിച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇത് എടുത്തത് അബദ്ധമായി പോയോ, നമുക്കിതിപ്പം കാരണം ഞാൻ ഒറ്റയ്ക്ക് ഞാൻ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ പോയി ചെയ്യാറുള്ളത്, ചെയ്തിരുന്നത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ അന്നേരം വിചാരിക്കും ഫാമിലിയായിട്ട് വല്ലതും ലോങ്ങൊക്കെ പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകുമല്ലോ, ഈ പ്രത്യേകിച്ച് നൈറ്റൊക്കെ ആകുമ്പോൾ. പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് ഒക്കെ വിളിക്കേണ്ടി വരുമല്ലോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പ്രാവശ്യം സർവീസ് ചെയ്യാൻ പോയപ്പോൾ, അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്തു. ബാക്കിയുള്ള ഓണേഴ്സിൻ്റെ ഒക്കെ കമൻസും അവരുടെയൊക്കെ ഫീഡ്ബാക്കും ഒക്കെ കിട്ടി. അപ്പം അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്, നമുക്ക് ഇങ്ങനെ ചാർജിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളൊരു 10-ൻ്റെ ഒരു സ്പാനർ കൊണ്ടുനടക്കുക. അപ്പം ഈ വണ്ടിക്കകത്ത് തന്നെ 2 ബാറ്ററി ഉണ്ട്. നമ്മുടെ മെയിൻ ബാറ്ററി, നമ്മുടെ 38 കിലോവാട്ടിൻ്റെ മെയിൻ ബാറ്ററി, അത് ഫ്ലോറിലാണ് ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിലറി ബാറ്ററി ഉണ്ട്, അത് നമ്മുടെ ബോണറ്റിനകത്താണ് ഓക്സിലറി ബാറ്ററി ഉള്ളത്. ആ ഓക്സിലറി ബാറ്ററിയാണ് നമുക്ക് ഈ വണ്ടി ഓടാത്തപ്പോൾ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ബാക്കിയുള്ള ലൈറ്റ്, അതുപോലെ AC അങ്ങനെയുള്ള സാധനം ഒക്കെ ഫങ്ഷൻ ചെയ്യുന്നത് ആ ബാറ്ററി എന്നുള്ള പവർ വെച്ചിട്ടാണ്. അപ്പോൾ അത് ബോണറ്റിനുള്ളിലാണ്. ആ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നമ്മളൊരു സ്പാനർ വെച്ചിട്ട് നെഗറ്റീവ് ടെർമിനൽ ഊരിയിട്ട് ഒരു 5 മിനിറ്റ് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് റീസെറ്റ് ആവും, സിസ്റ്റം റീസെറ്റ് ആവും. അപ്പോൾ അങ്ങനെ റീസെറ്റ് ആയി കഴിയുമ്പോൾ ഈ ചാർജിങ് ഇഷ്യൂ കുറച്ച് പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ നോക്കേണ്ടി വന്നിട്ടില്ല ആക്ച്വലി. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ സർവീസിന് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് നോൺ ഇഷ്യൂ ആണ്, നമ്മളൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, സിസ്റ്റം അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷനുകളെല്ലാം പോയി നോക്കി, സിട്രോണിൻ്റെ ഒക്കെ പോയി നോക്കി, എനിക്ക് സക്സസ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ചാർജിങ്ങിൻ്റെ ഇഷ്യൂസ് വന്നിട്ടില്ല. പക്ഷേ പലർക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പം എടുക്കുന്ന വണ്ടികൾക്കും എല്ലാം ഈ ചാർജിങ് ഇഷ്യൂസ് ഒരു കോമൺ ആയിട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് ഇങ്ങനൊരു ഫീഡ്ബാക്ക് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു 70-80% ആൾക്കാർക്കും ഈ സ്പാനർ ടെക്നിക്ക് യൂസ് ചെയ്യുമ്പം അത് റെഡിയാവുന്നുണ്ട്. പക്ഷെ അതൊരു വർക്ക് അറൗണ്ട് എന്നേ ഉള്ളൂ, അതൊരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. അതിപ്പം MG ആണെങ്കിലും ഈ വിൻസറിന് മാത്രമുള്ള ഈ ഇഷ്യൂ. ഞാൻ തന്നെ ചാർജ് ചെയ്യാതിരിക്കുമ്പോൾ അവിടെ MGയുടെ ZSEV ഒക്കെ, അതുപോലെ ടാറ്റയുടെ വണ്ടികളിലൊക്കെ വന്നിട്ട് സുഖമായിട്ട് ആൾക്കാർ ചാർജ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അപ്പം ഈ വിൻസറിന് എന്തോ ഒരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂ ഉണ്ട് ഈ DC ചാർജിങ് സ്റ്റേഷനുമായിട്ട്. എനിക്കൊന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നത് കാരണം വിൻസർ പുതിയ വണ്ടി ആയിരുന്നതുകൊണ്ട് പഴയ സോഫ്റ്റ്വെയർ ഉള്ളിടത്തൊക്കെ വരുമ്പം ഇങ്ങനൊരു കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടാണ്. അത് അപ്ഡേറ്റ് പതുക്കെ റെഡിയാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് പിന്നെ ഇഷ്യൂസ് കാണിച്ചിട്ടില്ല. പക്ഷേ പലർക്കും ഇപ്പോഴും ആ ഇഷ്യൂ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു മെയിൻ ഇഷ്യൂ. പിന്നെ ഈ വണ്ടികളുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു മാനുഫാക്ചറിങ് രീതിയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതായത് കോമൺ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. പ്രത്യേകിച്ചും ഞാൻ ഈ വണ്ടി ഇറങ്ങിയ സമയത്ത് ഈ വണ്ടി എനിക്കൊന്നൊരു ഒക്ടോബറൊക്കെ ആയപ്പം 2024 ഒക്ടോബറിലാണ് ഇത് വണ്ടി അവർ റിവീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട്
ഞാനിത് ഡിസംബറിലാണ് എടുത്തത്. അപ്പം ആ ഒരു ഫസ്റ്റ് ബാച്ച് വണ്ടികൾക്ക് കോമൺ ആയിട്ട് റിയർ വിൻഡോ ഗ്ലാസ് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാനൊരു ദിവസം ഇങ്ങനെ പാലക്കാട് പോകുമ്പോൾ എന്തോ ഒരു ബാക്കിലത്തെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ നോക്കിയിട്ട് അത് ക്ലോസ് ആവുന്നില്ല. പിന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിക്കും പണി കിട്ടി എന്നുള്ള കാര്യം. പിന്നെ ഞാനത് സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവർ ആ പാർട്ട് മാറ്റി, അതിൻ്റെ മോട്ടർ എന്തോ കംപ്ലൈൻ്റ് ആണ്, അത് മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അത് ശരിയായത്. അതൊരു കോമൺ ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞു കേട്ടാണ് ഈ സ്പീക്കറിൻ്റെ ഫ്രണ്ടിലത്തെ സ്പീക്കറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ചെറിയൊരു സൗണ്ട് പോലെ വരുന്നുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞുകൊണ്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവരത് റെഡിയാക്കി തന്നു. പക്ഷേ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ MGയുടെ സർവീസ് സെൻറ്ററിൽ ബാക്കിയുള്ള മറ്റേ ടാറ്റ പോലെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അവർ ജസ്റ്റ് ഒന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് അവർ കുറച്ച് മാന്യമായിട്ട് ഡീൽ ചെയ്യും. അത് വണ്ടി അന്നേരം തന്നെ അവർക്ക് നോൺ ഇഷ്യൂസ് ആണെങ്കിൽ അവർ പാർട്ട് വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പാർട്ട് വരുമ്പോൾ അവർ റീപ്ലേസ് ചെയ്ത് തരുന്നുണ്ട്. അങ്ങനത്തെ നമുക്ക് സപ്പോർട്ട് വൈസ് MGയുടെ ഇതുവരെയായിട്ടിരിക്കുന്ന വലിയ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെയുള്ള ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി ടയറില്ലാത്തത് വളരെ ഒരു വിഷയമാണ്. കാരണം ഈ ഇലക്ട്രിക് വണ്ടികൾക്ക് ലോ റെസിസ്റ്റൻസ് ടയറാണ്, കുറച്ച് സോഫ്റ്റാണ് ആ ടയർ. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ എറണാകുളത്തിന് കോട്ടയം പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് വന്നിട്ട് ഒരു ബൈക്കിൻ്റെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബൈക്കിൻ്റെ സൈലൻസർ ഒന്ന് ടയറിൽ തട്ടിയിട്ട് ടയർ പൊട്ടിപ്പോയി. ഇതുവരെയായിട്ടും ഞാൻ ഇത്രയും നാളൊരു 10-15 വർഷമായിട്ട് വണ്ടി ഓടിച്ചിട്ട് ഇതുവരെയായിട്ട് എൻ്റെ ടയർ പൊട്ടിയിട്ടില്ല. ടയർ പഞ്ചർ ആവാറുണ്ട്. ഇതിനകത്തൊരു പഞ്ചർ കിറ്റ് മാത്രമേ ഉള്ളൂ, ഒരു സ്റ്റെപ്പിന് ടയർ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പം ഈ ഒരു കേസിൽ ജസ്റ്റ് ഒരു സൈലൻസർ ചൂടായിരിക്കണം. പക്ഷേ ആ സൈലൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴേ, വണ്ടിക്ക് വേറൊരു വലിയ പരിക്കൊന്നുമില്ല, സൈലൻസർ ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോഴേക്കും ആ ടയർ പൊട്ടിപ്പോയി. എനിക്ക് പിന്നെ ആ രാത്രിയിൽ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിക്കേണ്ടി വന്നു. RSA ഒക്കെ പക്ഷേ MGയുടെ വളരെ നല്ല RSA ആണ് കേട്ടോ. ഞാനത് അവരെ വിളിച്ചു. അവരൊരു ഹേറ്റ്മാൻ ടൗണിലായിരുന്നു, അതൊരു പ്ലസ് പോയിന്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ ഒരു 45 മിനിറ്റ്സ്, ഒരു 30 to 45 മിനിറ്റ്സിൽ വണ്ടി വന്നു. അവർ തന്നെ ടാക്സി അറേഞ്ച് ചെയ്തു. ഞാൻ ടാക്സിയിൽ കയറിപ്പോയി വണ്ടി നേരെ സർവീസ് സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് ടയർ അവർ മറ്റേ ആക്സിഡൻ്റ് ആയതുകൊണ്ട് ഇൻഷുറൻസിൽ എനിക്ക് മാറേണ്ടി വന്നു. പക്ഷേ എനിക്ക് ഒരു സ്റ്റെപ്പിനി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരെ RSA വിളിക്കേണ്ട ആവശ്യം വരുന്നില്ല. എനിക്ക് അന്നേരം തന്നെ സ്റ്റെപ്പിനി ഇട്ട് മാറ്റിയിട്ട് പോന്നാൽ മതി, ഇൻ കേസ് ഇത് ടയർ പൊട്ടുവാണെങ്കിലും. അങ്ങനത്തെ ഒരു ഇപ്പം വരുന്ന ഈ കോസ്റ്റ് കൺട്രോളിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വരുന്ന വണ്ടികൾക്കെല്ലാം ഇവർ ഈ ടയർ കുറച്ചിരിക്കുകയാണ്. അതൊരു ശരിക്കും പറഞ്ഞ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 18 ഇഞ്ച് ടയർ അല്ലെങ്കിൽ ഒരു 17 ഇഞ്ച് ടയറെങ്കിലും പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ സ്റ്റിഫ്നെസ്, ഒരു സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. അത് ഇപ്പം കൂടുതലും നമ്മുടെ റോഡുകളൊക്കെ വളരെ നല്ല റോഡുകളായതുകൊണ്ട് വലിയ ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗട്ടറിലൊക്കെ വീഴുമ്പോൾ നല്ല ഇതാണ്. അതുപോലെ ബോഡി റോള് അത്യാവശ്യം വണ്ടിക്ക് വീതി ഉള്ളതുകൊണ്ട് ബാക്കിൽ ഇരിക്കുന്നവർക്ക് നമ്മൾ കുറച്ച് ബോഡി റോള് തോന്നാറുണ്ട്. അതുകൊണ്ട് വൊമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനൊരു സസ്പെൻഷൻ്റെ ഇഷ്യൂ അങ്ങനെ എനിക്ക്, കാരണം ഞാൻ കൂടുതലും വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് അത്ര വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ MGയുടെ വിൻസറിൻ്റെ ഒരു കോമൺ ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. പലരും അത് ഇഷ്യൂ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. പക്ഷേ നല്ല NH കൂടെ നല്ല ടാറുള്ള റോഡിൽ കൂടെ ആണെങ്കിൽ നല്ല സ്പീഡിൽ പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ ഈ വളവൊക്കെ വരുമ്പം നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് ഈ വണ്ടിക്ക് കുറച്ച് വീതി ഉള്ളതുകൊണ്ട് വിട്ട് കൂടുതലായതുകൊണ്ട് ചെറിയ ഒരു ബോഡി റോള് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് പറയുന്നു. പിന്നെ വേറൊരു ഇഷ്യൂ, ചെറിയൊരു ചേഞ്ചസ് MG വരുത്താനുള്ളത് വിൻസറിൻ്റെ കേസിൽ. ഈ വണ്ടിക്ക് ഇത് ടോപ്പ് വേരിയൻ്റ് ആണെങ്കിലും ഇതിന് ബാക്കിൽ റിയർ വൈപ്പറില്ല, ഡീഫോഗർ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ SUV അല്ല, ഒരു MPV സ്റ്റൈലിഷ് ആണെങ്കിലും ബാക്കിൽ നമുക്ക് സെഡാൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെളി വരും. അതായത് നല്ല പെട്ടെന്ന് പൊടി പിടിച്ചിട്ട് ചെറിയൊരു മഴയും കൂടെ ഒക്കെ പെയ്യുകയാണെങ്കിൽ ഫുള്ള് നമുക്കൊന്നും ബാക്കിൽ കാണാത്ത രീതിയിലായിപ്പോകും. അപ്പോൾ ശരിക്കും ഒരു വൈപ്പർ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല ഒരു പ്രയോജനമാണ്. അത് നമുക്ക് ഈ പ്രത്യേകിച്ചും മഴക്കാലത്ത് നന്നായി ഫീൽ ചെയ്യും.
അത് ശരിക്കും ഇത് ടോപ്പ് വേരിയൻ്റ് ആണ്. ടോപ്പ് വേരിയൻറ്റിൽ പോലും ഒരു വൈപ്പർ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ അധികം കനത്ത സാമ്പത്തിക ബാധ്യതയൊന്നും എം ജിക്ക് വരുന്ന കേസല്ലത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ പുതിയ ബാറ്ററി പാക്ക് വന്നതിൻ്റെ വിൻസർ പ്രോയ്ക്കും ഈ ഒരു ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് വളരെ ലൈറ്റായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നുള്ള വേറൊരു ചെറിയൊരു പോരായ്മ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട്. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ പെട്രോൾ വണ്ടിക്കകത്താണെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ നമുക്കൊരു അൺലോക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്വിച്ച് കാണും. ഒരു സ്വിച്ച് അല്ലെങ്കിൽ താഴെ ഒരു ലിവർ കാണും. അത് പ്രസ് ചെയ്താൽ മാത്രമേ നമ്മുടെ പെട്രോൾ അടിക്കുന്ന ആ ടാപ്പ് കവറ് നമുക്ക് അൺലോക്ക് ആവുള്ളൂ. പക്ഷേ ഈ വിൻസറിൻ്റെ ചാർജിങ് പോർട്ട് അൺലോക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും അത് അതിൻ്റെ കവറ് തുറക്കാം. ഞാനൊരു നോർത്തിൽ ആരോ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. അതിനകത്ത് കുട്ടികൾ വിൻസർ കിടക്കുന്നുണ്ട്, ആരോ പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നതാണ്. സ്കൂളിലെ കുട്ടികൾ പോവുക. അപ്പോൾ അവരിത് വണ്ടി കണ്ടപ്പോൾ വളരെ കൗതുകപരമായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഈ ചാർജിങ്ങിൻ്റെ പോർട്ട് അവിടെ കവറിൻ്റെ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ അത് തുറന്നു. അത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു രസം, പിള്ളേരല്ലേ, അവരതിനകത്ത് കൊണ്ട് വെള്ളമൊക്കെ അവർ വാട്ടർ ബോട്ടിൽ നിന്നെടുത്ത് വെള്ളം ഒഴിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ കാണിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് വളരെ റിസ്ക്കാണ്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ. പക്ഷേ ഈ വിലയ്ക്ക് ഞാൻ നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 17 ലക്ഷം ഞാൻ എടുത്തപ്പോൾ ഒരു 17.5 ലക്ഷം രൂപയായിരുന്നു. ആ ഒരു വിലയ്ക്ക് ശരിക്കും ഈ ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സൈസ് ഇല്ല. ക്രെറ്റ എന്നൊക്കെ പറഞ്ഞാലും ഒരു മിഡ് സൈസ് SUV എന്ന് പറഞ്ഞാലും ക്രെറ്റയുടെ ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അത്ര സൈസ് ഇല്ല. എന്നാലും ആ ഒരു വണ്ടിക്ക്, ഒരു ഓട്ടോമാറ്റിക് വണ്ടിക്ക് തന്നെ നമുക്ക് ഒരു 17 ലക്ഷം രൂപ 18 ലക്ഷം രൂപ കൊടുത്താലേ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു വില നോക്കുവാണെങ്കിൽ ഇത് വളരെ വാല്യൂ ഫോർ മണിയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വിൻസറിനെ സംബന്ധിച്ച് പറയുമ്പം അതിനുള്ള പ്ലസ്സും മൈനസും. അപ്പം നമ്മൾ വിൻസർ വാങ്ങിക്കണം എന്നുള്ള ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വാങ്ങിക്കുക. നിങ്ങൾക്ക് നമ്മുടെ പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മളുടെ ഓട്ടം എങ്ങനെയാണെന്ന് അനുസരിച്ചിട്ട് വേണം നമുക്ക് വണ്ടി വാങ്ങിക്കാനായിട്ട്. നമുക്കിപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഭൂരിഭാഗമുള്ള ലോങ് എന്ന് പറഞ്ഞാൽ ഒരു 200-210 കിലോമീറ്ററാണ്. അതുകൊണ്ടാണ് ഞാനൊരു 300 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓക്കെയാണ്. പിന്നെ എപ്പോഴെങ്കിലും ലോങ് പോകുമ്പോൾ മാത്രമേ എനിക്ക് വെളിയിൽ നിന്ന് ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയമെല്ലാം എനിക്ക് വീട്ടിൽ വന്നിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പം ബാക്കി പിന്നെ വേറൊരു ഈ എല്ലാ ഇലക്ട്രിക് വണ്ടികളുടെയും വേറൊരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഈ പ്രത്യേകിച്ചും MGയുടെ ബാക്കിയുള്ള ബ്രാൻഡിന് എനിക്കറിയില്ല, ഈ വണ്ടിയുടെ വാറണ്ടി ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും തന്നെ നമ്മുടെ ബാറ്ററി വാറണ്ടി 15 വർഷത്തേക്ക് ഒരുമാതിരിപ്പെട്ട കമ്പനികളെല്ലാം കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണത്. പക്ഷെ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. എല്ലാ ഇൻ കേസ് DC ചാർജ് ചെയ്യുകയാണെങ്കിൽ എല്ലാ 4 DC ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു AC ചാർജ് ചെയ്യണം. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് നമ്മുടെ ബാറ്ററിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എവരി ഇയർ അല്ലെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ നമുക്കൊരു എവരി ഇയർ നോക്കുവാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 1-2% ബാറ്ററി ഡ്രോപ്പ് വരും. അപ്പോൾ ഒരു 15 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70% എന്തോ താഴെ നമുക്കൊരു ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, ബാറ്ററി ഹെൽത്ത് അതിൽ താഴെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്ററി റീപ്ലേസ്മെൻറ്റും അണ്ടർ വാറണ്ടിയിലും നമുക്ക് തരുള്ളൂ. ഇതൊക്കെ ആണ് നമ്മുടെ കുറച്ച് കണ്ടീഷൻസ് ഈ ബാറ്ററി വാറണ്ടി സംബന്ധിച്ച്. പക്ഷേ ആരും നമുക്ക് ഈ MG സംബന്ധിച്ചാണെങ്കിൽ വെഹിക്കിൾ വാറണ്ടി, അതായത് വണ്ടിയുടെ വാറണ്ടി നമുക്ക് 5 വർഷം, 3 വർഷമാണ് വരുന്നത്, അത് 5 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എന്തെങ്കിലും ഒരു ഇഷ്യൂ പറ്റുവാണെങ്കിൽ, ഇപ്പം തന്നെ എനിക്ക് ഈ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ബാക്കിലത്തെ പവർ വിൻഡോയുടെ ഇഷ്യൂ വന്നു. അപ്പം അതൊക്കെ നമ്മളിപ്പം ബാറ്ററി വാറണ്ടിയിലാണ് നമ്മൾ മാറിയത്. നമ്മുടെ ഗ്രൂപ്പിൽ ചില MGയുടെ ആൾക്കാർക്ക്, വിൻസറിൻ്റെ ഓണേഴ്സിന്
വേറെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മറ്റേ നമ്മുടെ സസ്പെൻഷൻ്റെ ഇഷ്യൂസ് പലർക്കും വന്നിട്ടുണ്ട്. മറ്റേ അങ്ങനെ ചെറിയ ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വാറണ്ടിയിൽ അവർ മാറിക്കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വാറണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ഈ പാർട്സൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ചെറിയൊരു പാർട്ട് മാറണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു കാരണം എൻ്റെ ഈ വണ്ടിയുടെ തന്നെ ഈ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ, അവിടെയാണ് നമുക്ക് ഒരു കവർ പോലെയുണ്ട്. അവിടെയാണ് നമ്മുടെ ഈ സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത്. ആ ഒരു പോർഷനിലെ ക്ലിപ്പ് എനിക്കൊന്ന് എൻ്റെ വെയിറ്റ് താക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, ആ ക്ലിപ്പ് വിട്ടുപോയിട്ട് ആ ഒരു പോർഷൻ ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് വന്നായിരുന്നു. അപ്പോൾ ഞാനത് സർവീസ് സെൻ്ററിൽ പോയിട്ട് കംപ്ലൈൻറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയും കാശ് കൊടുത്ത് വണ്ടി വാങ്ങിച്ചിട്ട് എൻ്റെ ഒരു വെയിറ്റ് താങ്ങാനുള്ള ഈ വണ്ടിക്കില്ലെന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവർ ഒരു കർട്ടസിയുടെ പുറത്ത് ശരിക്കും പറഞ്ഞാൽ അത് ക്ലിപ്പ് പൊട്ടിപ്പോയതാണ്. അതവർക്ക് എനിക്ക് മാറി തരേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഫോർച്യൂൺ എംജിയിലാണ് പോയത്. വളരെ നല്ല ഡീലിങ്സ് ആണ്. അവരെ CRM ആണെങ്കിലും വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം അവർക്ക് ന്യായമായിട്ടൊന്നും, കാരണം ഞാനത് മനഃപൂർവ്വം പൊട്ടിക്കില്ലല്ലോ, കാരണം നമുക്കവിടെ വേറെ ഒന്നിനും അവിടെ ആക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്ക് എൻ്റെ ഒരു ഇഷ്യൂ ജെന്യൂനാണെന്ന് തോന്നി, കാരണം അവരത് വാറണ്ടിയിൽ മാറി തന്നു. പക്ഷെ അത് ഞാൻ ചോദിച്ചപ്പം അത് വാറണ്ടി അല്ലെങ്കിൽ അത് ബേസിക്കലി ഒരു 4000 രൂപ 5000 രൂപ എന്തോ അതിന് ആ ഒരു ക്ലിപ്പിന് തന്നെ ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഈ വാറണ്ടി പീരീഡ് 5 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കാരണം ഇതിൻ്റെ എല്ലാത്തിനും നല്ല കാശാവും. അതുപോലെ തന്നെ ഇവരുടെ സർവീസ്, ഈ ഇലക്ട്രിക് വണ്ടികൾക്കെല്ലാം സർവീസ് കുറവാന്ന് പറഞ്ഞാലും ഗ്രാജുവലി അവർ ലേബർ തന്നെ ഒരു 3000 രൂപ മിനിമം അവരെടുക്കും ഫ്രീ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട്. പ്ലസ് ഈ ട്രാക്ഷൻ ഓയിൽ, അതുപോലെ നമ്മുടെ AC ഫിൽറ്റർ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ കളിച്ചാലും ഒരു 6000. ഈവൻ അത് വിത്തൗട്ട് അലൈൻമെന്റ് ആൻഡ് ബാലൻസിങ് ആണ്. അലൈൻമെന്റ് ബാലൻസിങ് നമ്മൾ വെളിയിൽ നിന്ന് ചെയ്യിച്ചാൽ അതിനൊരു ആവറേജ് ഒരു 1500 രൂപ റേഞ്ച് വരും. അപ്പോൾ എങ്ങനെ കളിച്ചാലും ഒരു 7,500 രൂപ ഒരു മേജർ സർവീസിനാണെങ്കിലും നമുക്കാവും. അത് പെട്രോൾ വണ്ടിക്കൊക്കെ ഇപ്പം ഏകദേശം ആ ഒരു റേഞ്ചിലൊക്കെ ആവുള്ളൂ. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എവരി 15,000 ഇതിന് സർവീസ് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സർവീസിൻ്റെ ഇത് നോക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഒരു ഗ്രാജുവലി ഒരു 3-4 വർഷം കൊണ്ട്, കാരണം ഇലക്ട്രിക് വണ്ടികൾ കൂടുതൽ ഇറങ്ങുന്നതനുസരിച്ചിട്ട് ഒന്നെങ്കിൽ അവർ ലേബറിൽ കൂട്ടും, അല്ലെങ്കിൽ ഈ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മറ്റേത് മാച്ച് ചെയ്ത് തന്നെ ആവും. കാരണം അവർ പറയുന്നത് അവർക്ക് ഇലക്ട്രിക് വണ്ടിക്ക് സർവീസിന് ചാർജ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക്, കാരണം വണ്ടികളുടെ മെയിനായിട്ടും ഈ കമ്പനികൾക്ക് അവർക്ക് വണ്ടികൾ കോമ്പറ്റീഷൻ ആയതുകൊണ്ട് വണ്ടി വിൽപ്പനയിൽ അവർക്ക് വലിയ ലാഭമില്ല. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സർവീസിലാണ്. EVകൾക്ക് സർവീസ് കുറവായതുകൊണ്ട്, നഷ്ടമായതുകൊണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പേരും പറഞ്ഞ് സർവീസിൻ്റെ റേറ്റും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ടും ഈ ആഫ്റ്റർ വാറണ്ടി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക്, പിന്നെ മെയിനായിട്ടും കൂടുതലും വണ്ടികളുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിലാണ് അതിനകത്തുള്ള മെയിൻ കൺട്രോൾ ഇരിക്കുന്നത്. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് എന്തെങ്കിലും, അവർ പറയുന്നത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് അങ്ങനെ കംപ്ലൈൻറ്റ് വരത്തില്ലെന്നാണ്. നമ്മുടെ ഗതിയിൽ എങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലും നമ്മളുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം കാശ് പോകും. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതൽ ഇനി വണ്ടികൾ കൂടുതൽ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഓപ്ഷൻസ് നമുക്ക് കിട്ടുമ്പോൾ എല്ലാത്തിനും റേറ്റൊക്കെ കുറയുമായിരിക്കും എന്ന് വിചാരിക്കണം. പക്ഷേ ഈ ബ്രാൻഡുകളും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ വിൻസറിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ വിലയ്ക്ക് വാല്യൂ ഫോർ മണിയാണ്. കാരണം ഒരു 17 ലക്ഷം 18 ലക്ഷം രൂപയ്ക്ക് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും അത്യാവശ്യം റേഞ്ചും ഉള്ളവർക്കൊരു നമുക്കൊരു ലോങ് ഒക്കെ ഒരു 250 കിലോമീറ്ററൊക്കെയാണ് സ്ഥിരമായിട്ട് ലോങ് പോകണമെന്നുള്ളവർക്കാണെങ്കിൽ ഈ വണ്ടിയുടെ ആവശ്യമേ ഉള്ളൂ. അത്യാവശ്യം 4 പേർക്ക്, ഒരു 5 പേർക്ക് ഇൻ കേസ് എമർജൻസി ആണെങ്കിൽ 6 പേർക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുന്നൊരു വണ്ടിയാണ് വിൻസർ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. വിൻസറിൻ്റെ പ്ലസും മൈനസും ഒരുമാതിരിപ്പെട്ട പോയിന്റ്സ് കവർ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് വിൻസർ യൂസ് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ കമൻസിൽ ആഡ് ഓൺ ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.